പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ MVD കാർഡായിട്ട് കൊടുക്കുന്നില്ല ഡ്രൈവിംഗ് ലൈസൻസ്, പകരം ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ PVC കാർഡ് രൂപത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്തതിന് ശേഷം അത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്ന ഒരു സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസുകൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലോട്ട് വരിക. അതിനുശേഷം M-പരിവാഹൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. M-പരിവാഹൻ്റെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറുക. ഇവിടെ കയറുന്ന സമയത്ത് 3 വരകൾ കാണാൻ സാധിക്കും. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആയിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് കയറി വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരും. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈസൻസ് മെനു എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രിൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ നമ്പർ അവരുടെ കയ്യിലുണ്ടാകും. പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ നമ്പർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അവർക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റായിട്ട് പറയുന്നുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് അവർക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ നമ്പർ കണ്ടെത്താം. അതിനുശേഷം ഈ രൂപത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ രൂപത്തിൽ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് OTP ഹാസ് ബീൻ സെൻഡ് സക്സസ്ഫുൾ ടു യുവർ മൊബൈൽ നമ്പർ എന്ന് എഴുതിയിട്ട് നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP അയച്ചിട്ടുണ്ടാകും. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ടായിരിക്കും ആ OTP വന്നിരിക്കുക. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് വന്നിരിക്കുന്ന OTP ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. OTP എൻ്റർ ചെയ്തതിന് ശേഷം സെലക്ട് പ്രിൻ്റ് ഓപ്ഷൻ എന്നുള്ളതിന് താഴ്ഭാഗത്തായിട്ട് PVC കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം DL പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നതായിരിക്കും. ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ PDF ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ക്ലിയർ ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഓൺലൈനിൽ നിന്ന്. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നമ്പർ ഇല്ലാത്തവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ കണ്ടെത്തി ഈ രൂപത്തിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ M-പരിവാഹൻ വെബ്സൈറ്റിൽ തന്നെയാണ് വരേണ്ടത്. 3 വരകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈസൻസ് മെനുവിലോട്ട് വന്നതിന് ശേഷം അതേഴ്സ് എന്നുള്ളതിന് താഴ്ഭാഗത്തായിട്ട് സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ നമ്പർ, ലേണേഴ്സ് ലൈസൻസ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, കണ്ടക്ടർ ലൈസൻസ് നമ്പർ എന്നിവ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് മൊത്തം എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ലേണേഴ്സ് ലൈസൻസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ആപ്ലിക്കേഷൻ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കണ്ടക്ടർ ലൈസൻസ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായി എൻ്റർ ചെയ്തു. അതിനുശേഷം ക്യാപ്ചാ കോഡ് കൂടി കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്ന് താഴ്ഭാഗത്ത് വന്നിട്ടുണ്ടാകും. അതിന് താഴെയായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ നെയിം ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. അതിനുശേഷം നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് വരുന്ന OTP കൂടി എൻ്റർ ചെയ്തുകൊണ്ട് PVC രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.